ദൈവം നൽകിയ 4 മക്കളെയും ദൈവവേലയ്ക്കായി സമർപ്പിച്ച പുത്തേട്ടുപറമ്പിൽ ചെറിയാൻ നിത്യതയിലേക്ക് യാത്രയായി. വിശുദ്ധ യൗസേപ്പ് പിതാവിനെ പോലെ ജീവിതം പൂർണ്ണമായും ദൈവഹിതത്തിന് സമർപ്പിച്ച ചെറിയാൻ ചേട്ടൻ ആ പുണ്യപിതാവിൻ്റെ തിരുനാൾ ദിനത്തിലാണ് നിത്യസമ്മാനത്തിന് യാത്രയാകുന്നത് എന്നത് മറ്റൊരു ദൈവനിയോഗമാകാം. മണിപ്പൂരിലെ ഡോൺ ബോസ്കോ ഹൈസ്കൂളിൽ സേവനം ചെയ്യുന്ന ഫാദർ ഫിലിപ്പ് SDB, ഗുജറാത്തിൽ മിഷൻ ശുശ്രൂഷയിലായിരിക്കുന്ന സിസ്റ്റർ സൂനം SABS, ഛത്തീസ്ഗഡിൽ സേവനം ചെയ്യുന്ന ഹോളി ക്രോസ് സഭാംഗമായ സിസ്റ്റർ സ്നേഹ, കൂരാച്ചുണ്ട് സെൻറ്റ് തോമസ് ഹൈസ്കൂളിൽ അധ്യാപകനായ താമരശ്ശേരി രൂപതാംഗം ഫാദർ ജോസ് എന്നിവരാണ് ചെറിയാൻ ചേട്ടൻ്റെ മക്കൾ. മാതാപിതാക്കളുടെ ത്യാഗവും പ്രാർത്ഥനയും സമർപ്പണവുമാണ് തങ്ങളുടെ ദൈവവിളിയിൽ എന്നും വെളിച്ചമായി മാറുന്നതെന്ന് 4 മക്കളും ഒരേപോലെ സാക്ഷ്യപ്പെടുത്തുന്നു. ദൈവവിളി സ്വീകരിക്കുവാനായിട്ട് തമ്പുരാൻ്റെ വിളിക്ക് ഉത്തരം കൊടുക്കുവാനായിട്ട് തയ്യാറായപ്പോൾ യാതൊരു തടസ്സവും പറയാതെ പ്രോത്സാഹിപ്പിക്കുക മാത്രമാണ് അച്ഛൻ ചെയ്തത്. എപ്പോഴും പ്രാർത്ഥന വഴി മക്കൾക്ക് വേണ്ട കാര്യങ്ങൾ, പ്രത്യേകിച്ചും വിളിയോട് വിശ്വസ്തയോടെ ഞങ്ങളുടെ ഓരോരുത്തരെയും ഫോർമേഷൻ കാലുകളിൽ നിലനിൽക്കുവാനും തുടർന്നും ഞങ്ങളുടെ പൗരോഹിത്യ ജീവിതത്തിൽ, സംരംഭ ജീവിതത്തിൽ എപ്പോഴും തമ്പുരാൻ ആഗ്രഹിക്കുന്ന വഴിയെ നടക്കാനായിട്ട് ചാച്ചൻ വളരെയേറെ തീക്ഷ്ണത പ്രാർത്ഥിച്ചു. ചാച്ചനെ പറ്റി ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് ചാച്ചൻ്റെ കൃത്യനിഷ്ഠ ഞങ്ങളെയും എപ്പോഴും ഒരുപോലെ നയിച്ചിരുന്നു. ചാച്ചൻ ഞങ്ങളെ എപ്പോഴും അതിൻ്റെ കൃത്യനിഷ്ഠയെ വളരാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. പള്ളിയിൽ പോകുമ്പോഴും ഏത് സ്ഥലത്ത് പോകുമ്പോഴും എങ്ങോട്ട് പോകുമ്പോഴും ചാച്ചൻ പറയും, നേരത്തെ നിങ്ങൾ റെഡിയായിട്ട് പോകണം, ഒരിക്കലും ലേറ്റ് ആകരുത്. ചാച്ചൻ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ മക്കളെ വളർത്താനും ചാച്ചൻ ഒത്തിരി ശ്രമിച്ചിട്ടുണ്ട്. ചാച്ചന് അസുഖമായി കിടക്കാൻ തുടങ്ങിയ സമയത്തും ചാച്ചൻ ഒരിക്കൽ പോലും വിശുദ്ധ ബലി കാണാതെ, വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാതിരുന്നിട്ടില്ല. ഷാലോം TVയിലെ എല്ലാ കുർബാനകളിലും പ്രാർത്ഥനകളിലും എല്ലാം കൃത്യനിഷ്ഠയോടുകൂടി ചാച്ചൻ സംബന്ധിച്ചുകൊണ്ട് സഹകരിച്ചുകൊണ്ട് ചാച്ചൻ്റെ ജീവിതത്തിനും അമ്മച്ചിക്കും കുടുംബത്തിനും ഞങ്ങൾ മക്കൾക്ക് ഓരോരുത്തർക്കും എല്ലാവർക്കും വേണ്ടി ചാച്ചൻ്റെ കടമകൾ കൃത്യമായി നിർവഹിച്ചു പോകുന്നു. ചാച്ചൻ ഞങ്ങൾക്ക് 4 പേർക്കും വേണ്ടി ഒത്തിരി അധ്വാനിച്ചും കഷ്ടപ്പെട്ടും ഞങ്ങളെ പഠിപ്പിക്കാനും ഞങ്ങളെ നല്ല വഴിയെ എത്തിക്കുവാനും വേണ്ടി ഞങ്ങളുടെ ചാച്ചൻ ഒത്തിരി കഷ്ടപ്പെട്ടു അധ്വാനിച്ചു. ഒരിക്കലും ഞങ്ങൾക്ക് ചാച്ചൻ ഞങ്ങളിൽ നിന്ന് പോയി എന്ന് ചിന്തിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. ഞങ്ങളുടെ കൂടെയുണ്ട്. ഇപ്പോഴും ചാച്ചൻ പോയിട്ടില്ല എന്നുള്ള വിശ്വാസം ബോധ്യം ഞങ്ങൾക്കുള്ളത്. ഞങ്ങളുടെ കൂടെ തുടർന്നും ചാച്ചൻ്റെ ശാന്തമായ ജീവിതം, പ്രത്യേകിച്ച് ഇന്നലെ ചാച്ചൻ യൗസേപ്പ് പിതാവിൻ്റെ മരണത്തിരുന്നാളിൽ ഈ ലോകത്ത് നിന്ന് കടന്നു പോകുമ്പോൾ എനിക്ക് തോന്നിയത് യൗസേപ്പിനെ പോലെ ഏറ്റവും ശാന്തമായി നീതിയോടുകൂടി തൻ്റെ കടമകളും ഉത്തരവാദിത്വങ്ങളും ഭാര്യയോട് ചേർന്ന് നിന്നുകൊണ്ട് നിർവഹിച്ച വലിയൊരു വ്യക്തിത്വത്തെയാണ് ഞങ്ങൾ ചാച്ചനെ കാണുന്നത്. യേശുപിതാവിൻ്റെ ദിവസത്തിൽ തന്നെ ചാച്ചനെ അങ്ങ് വിളിച്ചുകൊണ്ട് വളരെ ശാന്തമായി ഈശ്വര സന്നിധിയിലേക്ക് കടന്നു വരുവാൻ അങ്ങ് അനുവദിച്ചതിന് ഞങ്ങൾ പ്രത്യേകം നന്ദിയോടുകൂടി ഓർക്കുന്നു. തമ്പുരാന് നന്ദി പറയുന്നു. അവധിക്ക് വരുന്നത് കേൾക്കുമ്പം അവിടുന്ന് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം തുടങ്ങി ചാച്ചൻ നോക്കിയിരിക്കുമായിരുന്നു. ഒന്നും കഴിക്കാതെ എപ്പോഴെത്തുന്നതെന്ന് നോക്കി. അതുപോലെ തന്നെ ഇന്നലെയും ഞങ്ങളെ എല്ലാവരെയും നോക്കി നിന്ന് ഞങ്ങൾക്ക് ചാച്ചൻ്റെ ഒപ്പം ലാസ്റ്റ് നിമിഷം വരെ ചാച്ചൻ്റെ ഒപ്പം ചാച്ചൻ്റെയും ഞങ്ങളുടെ സാന്നിധ്യത്തിൽ തന്നെ ചാച്ചനെ ദൈവത്തിലേക്ക് കൊടുക്കാനുള്ള ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് ലഭിച്ചു. സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് ചാച്ചൻ അമ്മച്ചിക്കും ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി തമ്പുരാൻ്റെ മുമ്പിൽ നിരന്തരമായി മാധ്യസ്ഥം വയ്ക്കുന്ന കുറച്ച് വിശ്വാസവും ബോധ്യം ഞങ്ങൾക്കുണ്ട്. ദൈവം ദാനമായി നൽകിയ മക്കളെ ദൈവഹിതാനുസരണം വളർത്തുകയും ദൈവേഷ്ടത്തിന് വിട്ടുകൊടുക്കുകയുമാണ് മാതാപിതാക്കളുടെ കടമയെന്ന വലിയൊരു ജീവിത മാതൃക നൽകിക്കൊണ്ടാണ് നാട്ടുകാർ കുഞ്ഞ് എന്ന് വിളിക്കുന്ന ചെറിയാൻ ചേട്ടൻ യാത്രയാകുന്നത്. മക്കൾക്ക് പ്രാർത്ഥനയിലൂടെ ബലമേകാൻ അമ്മ മേരി ചെമ്പനോടയിലെ ഭവനത്തിൽ ഇനിയുണ്ടാകും. ചെറിയാൻ ചേട്ടൻ്റെ ഓർമ്മകളുമായി